എല്ലാവർക്കും കർത്താവിൻ്റെ വലിയ സ്നേഹത്തിനായി നന്ദി പറയാം. ഇന്നിവിടെ നമുക്ക് ജീവനേകി സംരക്ഷിക്കുന്ന കർത്താവിന് നന്ദി പറയാം. ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണിവ. ഈ ദിവസങ്ങളിൽ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ കർത്താവിനോട് അതിനുള്ള കൃപ തരണമെന്ന് യാചിക്കാം. വചനം ഇങ്ങനെയാണ് നമ്മെ ഓരോരുത്തരെയും കർത്താവ് വെളിപ്പെടുത്തുന്നത്. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും. ഏഷ്യ 29:24. ഈ വചനം കർത്താവ് എടുത്തു തന്നതിനോർത്ത് നന്ദി പറയാം. എപ്പോഴും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക്. ഈ വചനം വെളിപ്പെടുത്തുന്നത് സത്യമായും ഇങ്ങനെ തന്നെയാണ്. ഈ വചനം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ച ആ നിമിഷം എന്ന് ഓർക്കാം. കാരണം വചനം ഇങ്ങനെയാണല്ലോ നമ്മോട് പറയുന്നത്, ഞാനൊരു പാപിയായിരുന്നു, എന്നാൽ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ തൊട്ട് മുതൽ ഞാൻ കർത്താവിൻ്റെ മകനാണ്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ കർത്താവിനെ പ്രഘോഷിക്കും എന്നൊക്കെ നമുക്ക് കർത്താവിനോട് പറയാം. കർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കർത്താവിനെ സ്തുതിക്കണം, എപ്പോഴും സ്തുതിക്കാം. ഈ വചനം എടുത്ത് തന്നതിനോർത്ത് കർത്താവിനെ സ്തുതിക്കാനുള്ള കൃപ തരണമെന്ന് നമുക്ക് യാചിക്കാം.